ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്ക് വോൾഫ് VFX സ്റ്റുഡിയോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് മായയിൽ ഒരു മാംഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. മാംഗോ ക്രിയേറ്റ് ചെയ്തതിന് ടെക്സ്ചറിംഗ് ഒക്കെ ആഡ് ചെയ്ത് റിയലായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസും ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ്. അതായത് എഡിറ്റിംഗ് ഡെസ്ക് ക്ലിക്ക് ചെയ്യുക, അതിൽ മായ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കായിരിക്കും എത്തുക. ഇതിൽ നമ്മൾ ചെയ്ത വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി മുന്നോട്ട് ചെയ്യാനുള്ള ഇവിടെ അപ്ലോഡ് ചെയ്യുക ഓർഡർ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് മായയിലേക്ക് തന്നെ പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വോൾഫ് VFX സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് മാംഗോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ സർഫേസ് മോഡൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ടെക്സ്ചറിംഗ് ഒന്നും നമ്മൾ എടുത്തില്ല, ജസ്റ്റ് മോഡൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പോളി മോഡലിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് മാംഗോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മാംഗോ ആയിട്ട് ഏറ്റവും സാദൃശ്യമുള്ള ഒരു മോഡൽ ഈ ഒരു സ്പിയറാണ്. അപ്പോൾ നമുക്ക് സ്പിയറിനെ സ്റ്റേജിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഗ്രിഡിൻ്റെ പകുതി താഴെ ആയിട്ടായിരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാകുക. അതിന് നമ്മൾ മുകളിലേക്ക് എടുത്ത് വെക്കില്ല. ആദ്യം എന്താ ചെയ്യുക, W കീ പ്രസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് മേലേക്ക് എടുത്ത് വെക്കുക അല്ലേ. എന്നോ ജസ്റ്റ് മുകളിലാണോ എന്ന് കൺഫേം ആക്കിയ ശേഷം മോഡൽ ചെയ്യുക അല്ലേ. ഈ മാംഗോ കുറച്ച് വലുതാക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, സ്കെയിൽ ചെയ്യുക. 6 ബട്ടൺ പ്രസ് ചെയ്യുക, ഈ നടുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് വലുതാവും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ മാംഗോയ്ക്ക് നമുക്ക് ഇത്രയും പോളിഗൺസിൻ്റെ ആവശ്യമില്ല. ഈ ഓരോ പിക്സൽ പോലെ കണ്ട ഓരോ കോളങ്ങളായിട്ട് വരുന്ന ഇതിനെ നമ്മൾ പോളിഗൺസ് എന്നാണ് പറയുക. അപ്പോൾ ഇത്രയും സെക്ഷനുകൾ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത് ഹൈ പോളി എന്നൊക്കെ പറയുന്ന മോഡലാണ്. അപ്പോൾ ലോ പോളി ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ. ലോ പോളി മോഡലിംഗ് എന്നൊക്കെ പറയുന്നില്ലേ, ആ മോഡൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചാനൽ ബോക്സ് ക്ലിക്ക് ചെയ്യുക. ചാനൽ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോളി സ്ഫിയർ എന്ന് കാണാൻ പറ്റില്ലേ, ഇത് ക്ലിക്ക് ചെയ്യുക. ഈ ഇൻപുട്ടിൻ്റെ താഴെ കേട്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര സബ് ഡിവിഷൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. 20 ആണ്. അപ്പോൾ നമുക്ക് ഒരു 10 കൊടുക്കുക. അതുപോലെ താഴെയും ഒരു 10 കൊടുക്കുക. അതുകൊണ്ടോ പോളിഗൺസിൻ്റെ എണ്ണം കുറഞ്ഞു. നമ്മൾ വളരെ ചെറിയൊരു എന്താ പറയുക ലോ പോളി മോഡലായി ഇപ്പോൾ ഇത്. പക്ഷേ ഇതിനൊരു പ്രശ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഇങ്ങനെ ചതുരായിട്ടാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റാമെന്നുള്ള നമുക്ക് നോക്കാം. പോയി പറഞ്ഞു പോകാം അല്ലേ. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊരു മാംഗോൻ്റെ രൂപത്തിലേക്ക് മാറ്റി കൊണ്ടുവരണം. അത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ വെർട്ടെക്സുകൾ കാണാൻ പറ്റും കേട്ടോ. ഈ വെർട്ടെക്സുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ വെർട്ടെക്സിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഉള്ളോട്ടേക്കും പുറത്തോട്ടേക്കും മേലോട്ടേക്കും അതുപോലെ താഴോട്ടേക്കും സൈഡ് വൈസ് ഒക്കെ നമുക്കിങ്ങനെ നീക്കാൻ പറ്റും. ഇതാണ് വെർട്ടെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാംഗോൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം അല്ലേ. ആദ്യം തന്നെ മാംഗോയ്ക്ക് ഈ 2 സൈഡും അത്ര പുറത്തോട്ട് തള്ളിയിട്ടല്ല ഉണ്ടാവുക അല്ലേ, കുറച്ച് ഉള്ളോട്ട് കുഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യണം. ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇവിടെ സിമ്മട്രി എന്ന് കണ്ടോ, ഇത് ഓഫാണോ എന്നുള്ളത് നോക്കുക. അത് ഓഫാണെങ്കിൽ എന്ത് ചെയ്യുക, എക്സ് ഉള്ള ഡയമെൻഷൻ കൊടുക്കുക, ഒബ്ജക്റ്റ് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ആണോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് വേണ്ട വെർട്ടെക്സുകൾ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് ഭാഗത്തും വെർട്ടെക്സുകൾ സെലക്ട് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി കണ്ടോ. ഇപ്പോൾ 2 ഭാഗവും വെർട്ടെക്സുകൾ സെലക്ട് ആയി. ഇനി ഇത് നമുക്കൊന്ന് നീക്കി നോക്കിയാൽ മനസ്സിലാക്കണ്ടോ. പുറത്തോട്ട് ബൾജ് ചെയ്യിച്ചാൽ പുറത്തോട്ട് ബൾജ് ചെയ്ത് പോയതുണ്ടോ, അപ്പുറ ഭാഗം ഇതുപോലെ തന്നെ. പക്ഷേ അതിന് പറയാം നമ്മൾ കുറച്ച് മാംഗോ അല്ലേ, മാംഗോ കുറച്ച് ഉള്ളോട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഒരു പ്രശ്നം കണ്ടോ, നമ്മളെല്ലാം സെലക്ട് ആയി എന്ന് കരുതി, പക്ഷേ ഇവിടെ ഒരു പുള്ളി സെലക്ട് ആയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മൊത്തം സെലക്ട് ആയോ എന്നുള്ള കാര്യം കൺഫേം ആക്കണം അല്ലേ. ഞാൻ ഇവിടെ വെച്ച് ഒന്നുകൂടെ ഓക്കെ, അവിടെ അല്ല ഓക്കെ, ഫ്രണ്ടിൽ കൺഫേം ആക്കുക, ഫ്രണ്ടാണോ എന്നുള്ള ഇവിടെ വെച്ച് ഒന്നുകൂടെ സെലക്ട് ചെയ്തേ. എന്നിട്ട് ഒന്നിങ്ങോട്ടേക്ക് തിരിച്ച് നോക്കുക, ബാക്കിൽ നമ്മൾ വിചാരിച്ച എല്ലാ ഏരിയയും സെലക്റ്റഡ് ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഏരിയ വിട്ടുപോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എന്നെന്താ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത ശേഷം ഇത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കണ്ടോ, ഇനി മുകളിലൊരു ഭാഗം ഇതുപോലെ വിട്ടുപോയിട്ടുണ്ട് അല്ലേ, അതും ഒന്ന് സെലക്ട് ചെയ്യുക. വേണമെങ്കിൽ ഈ 3 കുത്തും കൂടെ സെലക്ട് ചെയ്യുക അല്ലേ. താഴെ അതുപോലെ തന്നെ ആ 3 കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് തള്ളി വെച്ച് നോക്കാം, നമ്മൾ വിചാരിച്ച പോലെ ഷേപ്പ് കിട്ടുമെന്നുള്ളത് അല്ലേ. ഓൾമോസ്റ്റ് ഓക്കെ ആണ് അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ നടുവിലൂടെയുള്ള ഈ ഒരു വെർട്ടെക്സുകളോട് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ നോക്കുക, ഒന്നും മിസ്സായി പോകണ്ട. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗം സെലക്ട് ആയിട്ടുണ്ടാവും അല്ലേ. ഒന്ന് കുറച്ചുകൂടെ ഉള്ളോട്ടേക്ക് തള്ളി വയ്ക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു
ഓൾമോസ്റ്റ് മാംഗോയുടെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും വരിക, കറക്റ്റ് റൗണ്ട് ആയിരിക്കില്ല. ഇനി ഈ ഒരു എഡ്ജ് കണ്ടോ, ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് കുറച്ച് ഉള്ളിലോട്ടേക്ക് ആക്കി വെക്കുക. ഇപ്പോൾ ഇവന്മാർ മിസ്സായി പോയിട്ടുണ്ട്, ഇനി അവരൊന്ന് ഉള്ളോട്ടേക്ക് സെറ്റാക്കി വെക്കുക അല്ലേ. നമുക്ക് ഇവിടെ ഒരു മാംഗോയുടെ ഇനി കുറച്ചുകൂടെ മേലോട്ടേക്ക് ആക്കി വെക്കട്ടെ. മൊത്തം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് മോഡിലേക്ക് പോവുക, കുറച്ച് മേലോട്ടേക്ക് എടുത്തേക്ക്, വീണ്ടും ഒബ്ജക്റ്റ് വെർട്ടെക്സ് മോഡിലേക്ക് തന്നെ തിരിച്ച് വരിക. എന്നിട്ട് ഇവിടെ മാംഗോയുടെ ഒരു ഷേപ്പ് ഉണ്ട്. മാംഗോക്ക് എപ്പോഴും എന്താ പറയുക, ഈ ഭാഗം കുറച്ച് കുഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. എല്ലാ മാംഗോക്കുള്ള പ്രത്യേകതയാണ് ഈ ഭാഗത്തിൽ കുഴിഞ്ഞിട്ട്, അതുപോലെ ഒരു ഇങ്ങനൊരു ഷേപ്പ് ഉണ്ടാവും അല്ലേ. അതുപോലെ ഈ ഈ ഒരു ഏരിയ കുറച്ച് ഉള്ളോട്ടേക്ക് പോയിട്ട് ഈ ഏരിയ പുറത്തോട്ട് തള്ളിയിട്ടായിരിക്കും കൂടുതൽ മാംഗോസും കാണുന്നത്. അപ്പോൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ മോൾ ഭാഗം മാത്രം കുറച്ചൊന്ന് പുറത്തേക്കും മുകളിലേക്കും ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. മോൾ ഭാഗത്തൊക്കെ വിട്ടുപോയ ഏരിയകളൊക്കെ ഒന്ന് ലെവലാക്കി വെക്കണേ. ഞാൻ സെലക്ട് ചെയ്ത് പോകുന്നൊരു മിസ്റ്റേക്കാണ്, അപ്പോൾ നിങ്ങൾക്ക് വരാതെ മാക്സിമം വൃത്തിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാംഗോയുടെ സ്ട്രക്ചർ കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയയിലെ വെർട്ടെക്സുകൾ സെലക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് ഓക്കെ, അവിടെ മൊത്തം സെലക്ട് ആവണം കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് വെർട്ടെക്സുകളുണ്ട്, നമ്മൾ നേരത്തെ ചുരുക്കി വെച്ചപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായി പോയതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൂൾ എടുത്ത ശേഷം ഇങ്ങനെ ഒന്നങ്ങ് വരയ്ക്കുക. നമുക്ക് ഇതിലൂടെയൊക്കെ വേണ്ടത് വെച്ചാൽ അതിലൂടെയൊക്കെ അങ്ങ് വരയ്ക്കുക. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള മൊത്തം വെർട്ടെക്സുകളും സെലക്ട് ആവും അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, കുറച്ചൊന്ന് ഇതിവിടെ കണ്ടോ, ക്രോസിൽ പിരിഞ്ഞു പോയതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ നേരാക്കി കൊടുക്കുക. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞേ എന്താന്ന്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കയറിപ്പോയതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു വെർട്ടെക്സുകളൊക്കെ സെലക്ട് ചെയ്ത ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ലെവലായിട്ട് വരും. ഇപ്പോഴും എവിടെയോ ഉണ്ട് പന്തികേട് പോലെ ഇല്ല, റെഡിയല്ലേ. ഓക്കെ, പിന്നെ ഈ ഒരു വെർട്ടെക്സ് കുറച്ച് ഉള്ളോട്ട് വരാണ്ട് ഇല്ല ഉണ്ടാവില്ല, മാംഗോയുടെ ഒരു ചുനുപ്പല്ലേ അവിടെ വരുന്നത്. ഇനി ഈ ഒരു വെർട്ടെക്സിനെ രണ്ടും സെലക്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ പുറത്തേക്ക് തള്ളിച്ച് വെച്ച് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മാംഗോയുടെ ഈ കണ്ണിയുടെ നേരെ താഴത്തായിരിക്കില്ല അതിൻ്റെ എഡ്ജ് വരിക. പലപ്പോഴും അത് ഇപ്പുറത്തെ ഒരു സൈഡിലോട്ടാണ് അതിൻ്റെ എഡ്ജ് ഭാഗമായിട്ട് വരിക അല്ലേ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഒരു മാംഗോയുടെ ഷേപ്പ് ഏകദേശം വന്നു, കൃത്യമായിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം. ഇപ്പോൾ നിങ്ങളുടെ ഒരു കഴിവനുസരിച്ച് നിങ്ങൾ മാക്സിമം ടൈം എടുത്ത് ചെയ്യാം കേട്ടോ. നമുക്കൊരു പ്രൊജക്റ്റൊക്കെ ആകുമ്പോൾ ടോട്ടലൊക്കെ ആകുമ്പോൾ ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യുക, കീബോർഡിൽ 3 ഇല്ലേ, 3 ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മാംഗോയുടെ ഷേപ്പായോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ എന്തെന്നാ ഉള്ളത്, മാംഗോയുടെ ഷേപ്പ് അല്ല. വീണ്ടും വെർട്ടെക്സ് എടുക്കുക, എവിടെയൊക്കെ ഓവറായിട്ട് കുഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ, അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കുറച്ച് പുറത്തോട്ടേക്ക് തന്നെ വലിച്ച് വെക്കുക. നമ്മൾ നേരത്തെ ഒരു സ്മൂത്തണാക്കിയിട്ട് പോന്നിരുന്നെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുമായിരുന്നില്ലേ, ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. പറ്റിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അടുത്ത പണി നോക്കല്ലേ. ഇവിടെ ഒരു വെർട്ടെക്സ്, ഇവിടെ ഒരു വെർട്ടെക്സ് ചാടിപ്പോയില്ലേ, അതാണിപ്പോൾ നമ്മുടെ പ്രശ്നം. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വെർട്ടെക്സ് ഉള്ളിലുണ്ടാവും, നമുക്ക് ഇവിടെ പിക്ക് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമല്ലേ. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെർട്ടെക്സിനെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. മോൾ ഭാഗത്ത് ഇതാ ഈ ഒരു വെർട്ടെക്സ് ഉണ്ടാവും, ഈ 2 വെർട്ടെക്സാണ് ഉള്ളോട്ട് ചാടിപ്പോയത്. അപ്പോൾ അമ്മമാർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഏത് ഡയമെൻഷനിലാണ് വെക്കേണ്ടതെന്ന് നോക്കുക. ഈ ഒരു ഡയമെൻഷനിൽ കുറച്ച് പുറത്തോട്ട് തള്ളി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. കണ്ടോ.
കണ്ടോ? അപ്പോൾ ആ ചുറ്റഴിഞ്ഞ് വന്ന് അല്ലേ, നമ്മളെ കുറച്ച് നേരം മെനക്കെട്ട് കഴിഞ്ഞാലും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെർട്ടെക്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ എവിടെയാണ് പറ്റിയെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. എവിടെയാണ് നമുക്ക് അബദ്ധം പറ്റിയെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഒബ്ജക്റ്റ് മുകളിൽ വരിക. അപ്പോൾ വീണ്ടും നമുക്ക് മുകൾ ഭാഗം നോക്കുക, വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്. താഴ്ഭാഗം ഒന്നുകൂടെ നോക്കുക. ഓക്കെ, നമ്മൾ വേണമെങ്കിൽ മാംഗോയുടെ തടിയൊക്കെ കൂട്ടാം കേട്ടോ. അപ്പോൾ മാംഗോ നല്ല മെലിഞ്ഞൊരു മാംഗോ ആണ്. ഈ ഒരു ഏരിയയിൽ കൂടുള്ള വെർട്ടെക്സുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് പുറത്തേക്ക് വലിച്ചു വെച്ചാൽ മതി, മാംഗോയുടെ തടി എത്തിരി അങ്ങ് കൂടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ മോഡലിംഗ് കഴിഞ്ഞു. നമുക്കിതിന് ഒരു ടെക്സ്ചർ ആഡ് ചെയ്യണം അല്ലേ? മോഡലിംഗ് കഴിഞ്ഞിട്ടില്ല. അതാ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കണ്ടോ, ഇവിടെ ഒരു പരന്നു പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ടൈം എടുത്ത് എത്രയും വൃത്തി ചെയ്യാൻ പറ്റുമോ അത്രയും വൃത്തി ചെയ്യുക. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുക, അത്യാവശ്യം ഒരു മാംഗോൻ്റെ ഷേപ്പ് കിട്ടില്ല, നമുക്കിതിന് ടെക്സ്ചറിങ് കൊടുക്കാനുള്ളതാണല്ലോ മെയിൻ കാര്യം. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഒബ്ജക്റ്റ് മോഡിലേക്ക് തന്നെ പോവുക. എന്നിട്ട് വേണമെങ്കിൽ ചെറിയ ഇവിടെ ഒരു കമ്പ് കൊടുക്കുക കേട്ടോ. അതെന്ത് ചെയ്യുക, സിലിണ്ടർ ആഡ് ചെയ്യുക. സിലിണ്ടർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്കെയിലിങ്ങിൽ വന്നിട്ട് ഈ നടുവിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ചുരുക്കി കഴിഞ്ഞാൽ ചുരുങ്ങും കേട്ടോ. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ച അല്ലാത്ത ഈ നീലയും ഇത് രണ്ടിൻ്റെ ഭാഗം മാത്രം നമുക്ക് അങ്ങനെയുള്ള ചുരുക്കേണ്ട. അപ്പോൾ ഈ പച്ച പ്രസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ആക്കി വെക്കുക. ഇത്ര അല്ലേ ഉണ്ടാവുള്ളൂ, കണ്ണി ചെറിയ കണ്ണിയല്ലേ ഉണ്ടാവുക. ഇനി വേണമെങ്കിൽ വലിപ്പം കുറച്ച് കുറയ്ക്കുക. എന്നിട്ട് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതൊരു വടി പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെറിയൊരു വളവൊക്കെ കൊടുക്കുക കേട്ടോ. അതിനെന്താ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ചാനൽ ബോക്സിൽ വന്നു കഴിഞ്ഞാൽ പോളി സിലിണ്ടർ എടുക്കുക. അതിൽ ഇപ്പോൾ ഒരെണ്ണമല്ല ഈ ക്രോസിനുള്ളതല്ലേ, നമ്മൾ മാറ്റിയിട്ട് ഒന്നിന് പകരം ഒരു 5 കൊടുക്കുക അല്ലേ, സോറി 2 5 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വെർട്ടെക്സ് മോഡിലേക്ക് പോവുക. 1 2 3 സെലക്ട് ചെയ്യുക. എന്നിട്ട് ലേശം ഒന്നിങ്ങനെ വളച്ചൊക്കെ വെക്കുക. കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് ചായച്ച് വെക്കുക. ഇനി വേണമെങ്കിൽ റൊട്ടേഷൻ ഓണായി കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാം. ഏത് ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ആംഗിൾ ഇതാ ഈ ഒരു ആംഗിളല്ലേ, അതിങ്ങനെ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മോഡൽ വേണമെങ്കിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രസമാണ്. ഓക്കെ അല്ലേ? ഇനി ഒബ്ജക്റ്റ് മോഡിലേക്ക് തിരിച്ചു പോവുക. ഇപ്പോൾ ഒരു മാങ്ങേൻ്റെ കണ്ണി പോലെ തന്നെ ഉണ്ട് അല്ലേ. പക്ഷേ ഇങ്ങനെ മാങ്ങേൻ്റെ കണ്ണി ഉണ്ടാവില്ല, എന്താ വെച്ചാൽ വെയിറ്റ് ഇങ്ങോട്ടാണല്ലോ തൂങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇത് ഇപ്പുറത്തേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ റെഡി ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ടെക്സ്ചർ ആഡ് ചെയ്യാം അല്ലേ. ടെക്സ്ചർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അസൈൻ ന്യൂ മെറ്റീരിയൽ എന്ന് കാണാൻ പറ്റും. ഈ അസൈൻ ന്യൂ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നെങ്കിൽ തിളങ്ങുന്ന മെറ്റീരിയൽ ആഡ് ചെയ്യുക. അതിന് അങ്ങനെ തിളങ്ങുന്നൊരു മെറ്റീരിയലാണ്, അതായത് ഒരു റിഫ്ലക്ഷൻ വരുന്ന മോഡലാണെങ്കിൽ ബ്ലിങ് എന്നുള്ള ഈ ഓപ്ഷനും. ഇനി അങ്ങനെയല്ല റഫായിട്ടുള്ളൊരു സർഫേസാണ് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ സർഫേസിൽ വന്നു കഴിഞ്ഞാൽ ലംബേർട്ട് എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തിളക്കമുള്ള മോഡൽ തന്നെ ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലിന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ബ്ലിന്നിൽ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ബ്ലിന്ന് കാണാൻ പറ്റും. ബ്ലിന്നിൽ നമുക്കിതിൻ്റെ പേര് മാറ്റണം, മാംഗോ സ്കിൻ കൊടുക്കുക. ഓക്കെ, ഈ പേര് മാറ്റിയില്ല എന്താ വെച്ചാൽ ഇനി അടുത്ത ലംബേർട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിനും ഈ മഞ്ഞ കളർ തന്നെ വരും. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിൽ കളറല്ലേ, ഈ ഓപ്ഷനിൽ കളർ പിക്ക് ചെയ്യുക. കളർ പിക്ക് ചെയ്യാതെ നമുക്ക് ഫയൽ പിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇമേജ് നെയിം എന്ന് കണ്ടോ, അതിലിവിടെ ബ്രൗസർ കണ്ടില്ലേ. ഈ ബ്രൗസർ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെയാണോ നമ്മുടെ ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്തില്ല, നേരെ ഗൂഗിളിൽ വരിക. എന്നിട്ട് മാംഗോ സ്കിൻ ടെക്സ്ചർന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് ടെക്സ്ചറുകൾ കിട്ടും. അപ്പോൾ നമുക്കതിൽ മാക്സിമം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞു നോക്കി ഏറ്റവും നല്ല ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഡൗൺലോഡ് ഫോൾഡറിൽ ഉണ്ടാവും. ഇനി നമുക്ക് ഡൗൺലോഡ് ഫോൾഡർ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ അല്ലേ? ഓപ്പൺ ചെയ്തിട്ടും ഇവിടെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ 6 ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഒരു പക്ഷേ 5-ലായിരിക്കും, അങ്ങനെ ഷെയ്ഡഡ് മോഡാണ്, അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. 4-ലാണ് വൈഡ് മോഡായിരിക്കും, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാംഗോയുടെ സ്കിൻ അതിലേക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇപ്പോൾ കണ്ടോ, ഇവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ബാക്കി ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതെങ്ങനെ മാറ്റുമെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് UV മാപ്പിംഗ് സെലക്ട് ചെയ്യുക. UV മാപ്പിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലാനാർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? ഈ പ്ലാനാറിൽ റൈറ്റിൽ ഒരു ക്യൂബ്, ഒരു ബോക്സ് കാണാൻ പറ്റും. ആ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിങ്സിൽ ഇവിടെ ബെസ്റ്റ് പ്ലെയിൻ ആയിരിക്കും. ഒരുപക്ഷെ ബൗണ്ടിങ് ബോക്സ് എന്നായിരിക്കും ഉണ്ടാക്കുക. അത് മാറ്റിയിട്ട് ബെസ്റ്റ് പ്ലെയിൻ ആക്കുക. എന്ത് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് റീസെറ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും കേട്ടോ. റീസെറ്റ് സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം സെറ്റിങ്സ് റീസെറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് പ്ലെയിൻ കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക. ഇപ്പം തന്നെ നമുക്ക് ചെറിയ മാറ്റം ഇതിൽ കാണാൻ പറ്റും. തിരിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ കട്ടിങ് ഇല്ലേ, നേരത്തെ പറഞ്ഞ ആ കട്ടിങ് ഇവിടെ കാണാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് റൊട്ടേഷനൊക്കെ കൊടുത്തിട്ട് മാംഗോയുടെ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ വെക്കാം കേട്ടോ. ഇവിടെ ഈ ഒരു നീഡിൽ കണ്ടോ, ഇവിടെ ഒരു ചുവന്ന നീഡിൽ കണ്ടോ? ഈ ചുവന്ന നീഡിലല്ലാതെ നമുക്ക് ഈ പച്ചയും ചുവപ്പായിട്ട് നീലയായിട്ട് 3 എഡ്ജുകളും കാണാൻ പറ്റും. ഈ എഡ്ജ് പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മാംഗോയുടെ സ്കിന്ന് കണ്ടോ മറന്ന്. ഇത് മാക്സിമം സ്കിന്നാണ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായി കഴിഞ്ഞു. ഇനി ഇത് ചുരുക്കി കഴിഞ്ഞാൽ സ്കിന്ന് റിപ്പീറ്റേഷൻ വരും കണ്ടോ. ടൈലിങ് റിപ്പീറ്റേഷൻ വരും പോലെ സ്കിന്ന് റിപ്പീറ്റേഷൻ വരും. അപ്പോൾ അത് കുറച്ച് വലുതാക്കിയിടാം ടൈലിങ്. ഓക്കെ, ഇനി ഇവിടെ കൂടി ചുരുക്കിയിട്ട് വേണമെങ്കിൽ ഈ കളറുകൾ കണ്ടോ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഈ റൊട്ടേഷൻ ഈ ഒരു പിന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷനാണ് പിന്നെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ, അതായത് നമ്മുടെ ഈ ഒരു ടെക്സ്ചറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നിങ്ങൾ റൊട്ടേഷൻ്റെ ഒരു ഇത് കാണുന്നുണ്ടോ? അതിലിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലേ കാണുന്നു കേട്ടോ. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് മോൾ ഭാഗത്തേക്ക് മഞ്ഞ വേണോ ഓറഞ്ച് വേണോ അങ്ങനെയൊക്കെ തീരുമാനിക്കാം. ഇങ്ങോട്ടേക്ക് ഓറഞ്ച് വേണോ അങ്ങനെയൊക്കെ തിരിച്ച് മറിച്ചൊക്കെ വെക്കാം. ഇപ്പോൾ അത്യാവശ്യം ഒരു മാംഗോയുടെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതൊന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഒബ്ജക്റ്റ് മോഡിലേക്ക് മാറ്റാം. ഓക്കെ, പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മാംഗോയുടെ ഒരു ലുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് പഴുത്തൊരു മാംഗോയുടെ ഒരു സ്റ്റൈലാണ് കിട്ടുന്നത്. ഒരു പച്ചയെ കൂടി കലർന്നൊരു ഷേപ്പിലാണ് കിട്ടുന്നത്. കുറച്ചുകൂടെ ഭംഗിയിൽ കിട്ടുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ഭംഗിയുള്ള സ്കിൻ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഇതാണെന്ന് കാണിച്ചിട്ടേ ഉള്ളൂ, ഇത് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഈ ഒരു തണ്ടിന് നമുക്ക് പറ്റുന്ന ഒരു കളർ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തണ്ടിന് നമുക്ക് എന്താ പറയുക, UV മാപ്പിംഗ് കൊടുക്കണമെങ്കിൽ ഈ തണ്ടിൽ ക്ലിക്ക് ചെയ്യുക. താഴെ വന്നിട്ട് അസൈൻ ന്യൂ മെറ്റീരിയൽ കൊടുക്കുക. ലെമ്പേർട്ടാണ്, ലെമ്പാട്ട് കൊടുക്കുക അല്ലേ? ലെമ്പേർട്ടാണ് തിളക്കമില്ലാത്ത ഒബ്ജക്റ്റ്. ഇതിന് തിളക്കം ഉണ്ടാവില്ല, മാങ്കി മാത്രമേ തിളക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കളർ തന്നെ കൊടുത്താൽ മതി. പുതിയ എന്താ പറയുക, ടെക്സ്ചർ ഒന്നും ആഡ് ചെയ്യണമല്ല. ഇവിടെ ഒരു ഏകദേശം മാവിൻ്റെ കൊമ്പിനൊക്കെ ഉള്ള പോലത്തെ ഒരു ഗ്രേ കളർ പോലത്തെ ഒരു കളറായിരിക്കില്ലേ ഉണ്ടാവുക. ഈ ഒരു കളറിൻ്റെ കുറച്ചുകൂടെ ഒരു അങ്ങനെ ഏതെങ്കിലും കളറൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ഏകദേശം കൃത്യമായിട്ടുള്ളൊരു കളർ കിട്ടും. അത് അപ്ലൈ ചെയ്യാം. അങ്ങനെ അതിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയിലൊരു മാംഗോ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്താൽ സ്കിൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസിന്, അതായത് മാംഗോ റൗണ്ടഡ് അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് മേശ ഉണ്ടായത് നമ്മൾ നേരത്തെ ചെയ്തു. അതിനെങ്ങനെയാണ് ടെക്സ്ചർ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു. ഇനി പലതരത്തിലുള്ള ഒബ്ജക്റ്റുകളുണ്ടാവും. ആനിമൽസ് ഉണ്ടാവും, മനുഷ്യന്മാരുണ്ടാവും, ബേഡ്സ് ഉണ്ടാവും, അതുപോലെ ട്രീകൾ, ബുഷ്, പായലുകൾ, സർഫസ്, ഇങ്ങനെ പല തരത്തിലുള്ള ടെക്സ്ചറിങ്ങും പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഓരോ ആളുകൾ ചെയ്യുന്ന ഓരോ രീതിയിലാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഓരോരോ ടൈപ്പ് നമ്മൾ മുന്നോട്ട് ചെയ്തിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.